Good morning. Today we are discussing about the topic non-probability sampling. Non-probability sampling. It is a sampling technique which the researchers select the sample based on subjective judgment of the researchers. Researchers subjective judgmentിലൂടെ samples select ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് non-probability sampling. ലാർജ് പോപ്പുലേഷനിൽ നിന്നും സാമ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഇൻഡിവിജ്വലിനും ഈക്വൽ ചാൻസ് കിട്ടുന്നില്ല. അത്തരം സാമ്പിളിങ്ങിനെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നൊക്കെ പറയുന്നത്. നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഒരു നോൺ റാൻഡം സെലക്ഷൻ ആണ്. റിസർച്ചേഴ്സിന്റെ ജഡ്ജ്മെന്റ്, എക്സ്പീരിയൻസ്, ഡിസിഷൻ എന്നിവയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നത്. The important non-probability method are as follows. First one, accidental sampling. Second one, quota sampling. Third one, purposive or judgment sampling. Fourth one, convenience sampling. Fifth one, snowball sampling. Sixth one, self-selection. Accidental sampling. In this method, the researcher simply contacts and picks up those cases which he come across and thus continuing the process till the total sample reaches as a designated size. അപ്പോൾ ഈ രീതിയിൽ റിസർച്ചേഴ്സ് കേവലം അവനുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുകയും മൊത്തം സാമ്പിളിൻ്റെ ഒരു നിശ്ചിത സൈസ് എത്തുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. അതിനെയാണ് ആക്സിഡൻഷ്യൽ സാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്കണോമിക്കൽ ആൻഡ് കൺവീനിയൻ്റിലാണ്. ഇറ്റ് ക്യാൻ ഓൾസോ അഫോർഡ് എ ബേസിസ് ഫോർ സ്റ്റിമുലേറ്റിംഗ് ഇൻസൈറ്റ്സ് ആൻഡ് ഹൈപ്പോത്തിസിസ്. ഇൻസൈറ്റ് ആൻഡ് ഹൈപ്പോത്തിസിസിൻ്റെ സ്റ്റിമുലേഷനെ ബേസ് നൽകാൻ കഴിയും. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഫുൾ ഇൻ ദോസ് കേസസ് വേർ ടു മച്ച് ആക്യുറസി ഈസ് നോട്ട് നീഡഡ്. ആക്യുറസി അധികം ആവശ്യമില്ലാത്ത കേസുകളിലാണ് ഇത് യൂസ്ഫുൾ. Second one, quota sampling. It is a type of judgment sampling. In this method, quotas are set up according to some specified characteristics. Population choose ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് സ്പെസിഫൈ ചെയ്ത് അവർക്കായിട്ടുള്ള ക്വാട്ടകൾ സെറ്റ് ചെയ്യുന്നു. ഈ ഒരു മെത്തേഡാണ് ക്വാട്ട സാമ്പിളിംഗ്. എക്സാമ്പിൾ, ചൂസ് വുമൻസ് ഹൂ ആർ വർക്കിംഗ് ആൻഡ് ഹാസ് എ ചൈൽഡ്. അതായത് വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, കുട്ടികൾ, അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ക്വാട്ടകൾ സെറ്റ് ചെയ്യുക. അതിനെയാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പർപ്പസീവ് സാമ്പിളിംഗ്. തേർഡ് വൺ, എ പർപ്പസീവ് സാമ്പിളിംഗ് ഈസ് വൺ വിച്ച് ഈസ് സെലക്റ്റഡ് ബൈ ദ റിസർച്ചേഴ്സ് സബ്ജക്റ്റീവ്ലി. അപ്പോൾ റിസർച്ചേഴ്സ് സബ്ജക്റ്റീവായിട്ട് സാമ്പിളിംഗ് സെലക്ട് ചെയ്യുകയാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. The researchers attempts to obtain sample that appears to him to be representative of the population and will usually try to ensure that a range from one extreme to the other is included. അതായത് ഒരു പർട്ടിക്കുലർ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകം പർപ്പസ് കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പിളിംഗ് കളക്ട് ചെയ്യുന്നതിനാണ് പർപ്പസീവ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇത് ഇൻവെസ്റ്റിഗേഴ്സിൻ്റെ ഒപ്പീനിയന്, ജഡ്ജ്മെൻ്റ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു സാമ്പിളിംഗ് കളക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ജഡ്ജ്മെൻറ്റ് റൈറ്റ് ആവാം, റോങ് ആകാൻ സാധ്യതയുണ്ട്. Fourth one, convenience sampling. A convenience sample is used when we simply stop anybody in the street who is prepared to stop, or where we wander around a business, a shop, restaurant, etc. Whatever, asking people we meet whether they will answer out of our questions. In other words, the sample comprise subjects who are simply available in convenience way to the researcher. റിസർച്ചറിൻ്റെ ഒരു മൂഡ്, സിറ്റുവേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു മെത്തേഡ്. ഇൻവെസ്റ്റിഗേഴ്സിൻ്റെ കൺവീനിയൻസ് അനുസരിച്ചായിരിക്കും ഈ സാമ്പിളുകൾ സെലക്ട് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, സ്നോബോൾ സാമ്പിളിംഗ്. ഇറ്റ് ഈസ് യെറ്റ് അനദർ ഫോം ഓഫ് പർപ്പസീവ് സാമ്പിളിംഗ് which is often used to reach research population that is difficult to find. It has been used for students of deviant behavior. As per the technique, list of samples of special population by using an initial set of its members as informant and taken. മിക്കപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് പോപ്പുലേഷനിൽ എത്തിച്ചേരാൻ പ്രയാസമുള്ളപ്പോഴാണ്. അതായത് പർട്ടിക്കുലർ സാമ്പിളിന് വേണ്ടി അവരുമായി ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഒരു ആക്ച്വൽ സാമ്പിളിൽ എത്തിച്ചേരുന്നതിനെയാണ് സ്നോബോൾ സാമ്പിൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീടില്ലാത്തവർ ആരൊക്കെയെന്നെ കുറിച്ചിട്ടായിരിക്കും റിസർച്ച് നടത്തുന്നുണ്ടാവുക. അപ്പോൾ ഒരാളെ കണ്ടുമുട്ടുന്നു, അവർക്ക് വീടില്ല എന്നറിയുന്നു. അങ്ങനെ അവരിലൂടെ മറ്റുള്ള സാമ്പിളിങ്സിനെ കണ്ടെത്തുന്ന ഒരു രീതിയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. Sixth one, self-selection. Self-selection is perhaps
Self-explanatory respondents themselves decided that they would like to take part in our survey. അതായത് സെൽഫ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ സ്വയം വിശദീകരിക്കുക, അല്ലെങ്കിൽ പ്രതികരിക്കാൻ, അല്ലെങ്കിൽ സ്വയം ഞങ്ങളുടെ സർവേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുമെന്ന് തീരുമാനിക്കുന്നവരൊക്കെയാണ് സെൽഫ് സെലക്ഷൻ എന്ന് പറയുന്നത്. Sample size. Sample size denotes the number of observations taken for a population through which statistical inference for the whole populations are made. If the sample size is too small, it may not be reserved to achieve the objectives, and if it is too large, എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നമ്പറിനെയാണ്. എത്ര ആളുകളെയാണ് നമ്മൾ സാമ്പിളായി തിരഞ്ഞെടുക്കുന്നത്, ആ സാമ്പിൾ സൈസിൽ നിന്നാണ് മൊത്തത്തിലുള്ള പോപ്പുലേഷനെ കുറിച്ചുള്ള ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത്. അങ്ങനെ എടുക്കുന്ന സാമ്പിൾ വളരെ ചെറുതാവാൻ പാടില്ല. അങ്ങനെ ചെറുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സാമ്പിൾസിന് മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി വളരെ കൂടുതൽ സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്, ടൈമും പോവും, കോസ്റ്റും കൂടുതലാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഒപ്റ്റിമം സാമ്പിൾ സൈസ്. അതിൽ 6 എണ്ണാണുള്ളത്. നാച്ചർ ഓഫ് ദ പോപ്പുലേഷൻ, കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ, പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, ബേസിക് ഇൻഫോർമേഷൻ, ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർഡ് ഫോർ ദ സ്റ്റഡി. അതിൽ ഫസ്റ്റത്തെ പറയുന്നത് നാച്ചർ ഓഫ് ദ പോപ്പുലേഷൻ. ഇഫ് ദ കോമ്പറ്റീഷൻ ഓഫ് ദ സർവേ population is more homogeneous, fewer cases will yield better results, but if the population is more heterogeneous in nature, number of cases may require to constitute reliable sample size. എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നത് ഹിമോജീനിയസ് ആയിട്ടോ ഹെക്ടോജീനിയസോ ആയിട്ടാവാം. എന്നാൽ ഹിമോജീനിയസ് എന്ന് പറയുമ്പോൾ ഒരേ സവിശേഷതയുള്ളത്, ഒരു ഏജ്, ഒരു ലൊക്കേഷൻ, ഒരു പ്രൊഫഷൻ, അങ്ങനെയുള്ളതിനെയാണ് ഹിമോജീനിയസ് എന്ന് പറയുന്നത്. എന്നാൽ ഹെക്ടോജീനിയസ് ആണെങ്കിൽ പല ഏജിൽ പെട്ടവർ, പല ലൊക്കേഷൻ, പ്രൊഫഷനൊക്കെ പലതായുള്ളവർ, യൂണിവേഴ്സിൽ നിന്നാണ് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സ്റ്റഡി കൂടുതൽ ആക്യുറേറ്റ് ആവുന്നതിന് വേണ്ടി നമ്മൾ സ്റ്റഡി കൂടുതൽ ആക്യുറേറ്റ് ആവുന്നതിന് വേണ്ടി കൂടുതൽ സാമ്പിൾസിന് ആവശ്യമായി വരും. ഇനി രണ്ടാമത്തെ കോംപ്ലക്സിറ്റി ഓഫ് ടാബുലേഷൻ. The size of the sample determine how the findings are grouped, classified and tabulated. If the groups are greater in number, large size of sample may be needed to yield dependable statistical result. The size of sample chosen should be large to give an adequate and reliable measures of smallest important categories of data or information. തിരഞ്ഞെടുത്ത സാമ്പിൾസിൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്തിട്ടായിരിക്കണം ഗ്രൂപ്പ്ഡ് ഡാറ്റയാണോ അതോ ക്ലാസിഫൈഡ് ഡാറ്റയാണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് കളക്ഷൻ ഓഫ് ഡാറ്റ. ടൈം ആൻഡ് മണി അവൈലബിൾ ഫോർ റിസർച്ച് ഈസ് കൺസിഡർഡ് വൈൽ കളക്ഷൻ ഡാറ്റ. ദ വോളിയം ഓഫ് ഡാറ്റ കളക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ലെങ്ത് ഓഫ് ദ ക്വസ്റ്റ്യനെയർ, ദ നമ്പർ ഓഫ് ഫീൽഡ് വർക്ക്സ് ലൈക്ക് response rate, type of sampling method used, the method of data collection. So methodology selected for the purpose of research is an important factor. ഡാറ്റ ശേഖരിക്കുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്, എന്ന് വെച്ചാൽ ടൈമും പണമൊക്കെ കൂടുതൽ ആവശ്യമായി വരും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ്റെ ലെങ്ത്തും പിന്നെ തൊഴിലാളികളുടെ എണ്ണമൊക്കെ തീരുമാനിക്കുന്നത്. ഇനി നാലാമത്തെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. ദ സൈസ് ഓഫ് സാമ്പിളിംഗ് ഈസ് ഓൾസോ ഡിറ്റർമൈൻഡ് ബൈ ദ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് മെത്തേഡ് അഡോപ്റ്റഡ്.
നമ്മൾ ഉപയോഗിക്കുന്ന സാമ്പിൾ ടെക്നിക്സ് ഏതാണോ അതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സാമ്പിൾസിൻ്റെ സൈസ് വ്യത്യാസപ്പെട്ടിരിക്കും. ബേസിക് ഇൻഫോർമേഷൻ ആണ് അഞ്ചാമത്തെ. ബിഫോർ ഡിറ്റർമൈൻ ദ സൈസ് ഓഫ് ദ സാമ്പിൾ ഫോർ സ്റ്റഡി, ഇറ്റ് ഈസ് ബെറ്റർ ടു secure some basic information about the population. ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം. സാമ്പിൾസിൻ്റെ വലിപ്പം എന്ന് വെച്ചാൽ ലെങ്ത്ത്, സാമ്പിൾസിൻ്റെ വലിപ്പം അനുസരിച്ച് എന്ന് വെച്ചാൽ പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത് പൈലറ്റ് സർവേ, പാസ് സർവേ ഒക്കെ. ഇനി ലാസ്റ്റത്തെ ഡിഗ്രി ഓഫ് ആക്യുറസി റിക്വയർ ഫോർ സ്റ്റഡി. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ അക്സെപ്റ്റബിൾ സാമ്പിൾ എറേഴ്സ്. ഇത് വെച്ചാൽ ഇത് സ്വീകാര്യമായ സാമ്പിൾസിൻ്റെ സൈസിനെ ആശ്രയിച്ചിരിക്കും. അതാണ് 6th പോയിന്റ്. ഇനി ഒരു ടോപ്പിക്കും കൂടിയാണുള്ളത്, പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ്. 2 ടോപ്പിക്കാണുള്ളത്, ദ ലോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലേറ്ററി, പിന്നെ ദ ലോ ഓഫ് ഇൻറ്റീരിയർ ഓഫ് ലാർജ് നമ്പേഴ്സ്. ഫസ്റ്റ് വൺ, എ റീസണബിൾ ലാർജ് സാമ്പിൾ സെലക്റ്റഡ് അറ്റ് റാൻഡം ഫ്രം എ ലാർജ് പോപ്പുലേഷൻ വിൽ ബി ഓൺ ആവറേജ് representatives of characteristics of the population. This law is derived from the mathematical theory of probability. ഒരു വലിയ പോപ്പുലേഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത വലിയ സാമ്പിൾ ശരാശരി ജനസംഖ്യയുടെ സവിശേഷതകളെ പ്രതിനിധീകരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ, ലാർജ് ഗ്രൂപ്പ്സ് ഓഫ് ഡാറ്റ ഷോ ദ ഹയർ ഡിഗ്രി ഓഫ് സ്റ്റെബിലിറ്റി ദാൻ സ്മോളർ വൺ. ദർ ഇസ് ദ ടെൻഡൻസി ഫോർ വേരിയേഷൻ ഇൻ ദ ഡാറ്റ ടു ബി cancelled out by each other. ഡാറ്റയുടെ വലിയ ഗ്രൂപ്പുകൾ ചെറിയതിനേക്കാൾ ഉയർന്ന സ്ഥിരത ഉണ്ടോ എന്ന് നോക്കണം. സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് കാട്ടുന്നു. Criteria for selecting sampling procedure. The researcher considered a number of factors while selecting a sampling plan. They are the nature of the problem, the goal of the researcher, the geographical area covered by the survey, the size of the population under study, the extent of facts available about the population, availability of funds, the available time for study, the desired reliability of the results. The following criteria can be used for selecting the sampling technique. First one, the purpose of the survey. Selection of the suitable sampling method depends upon the purpose of the survey conducted by the researcher. If the researcher intends to generalize his finding, it is better to adopt probability sampling method. അതായത് റിസർച്ചർ നടത്തിയ സർവേയുടെ പർപ്പസിന് ഡിപ്പെൻഡ് ആയിരിക്കും നമ്മൾ ഏത് സാമ്പിളിംഗ് മെത്തേഡാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ റിസർച്ചിൻ്റെ ഇൻറ്റൻഷൻ ജനറലൈസ് ചെയ്യാനാണെങ്കിൽ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും ഉപയോഗിക്കുക. സെക്കൻഡ്, മെഷറബിലിറ്റി. ഓൾ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഡസ് നോട്ട് പെർമിറ്റ് മെഷറബിലിറ്റി. സം probability sample are not measurable. If research objective requires statistical inference, then the samples are drawn by applying simple random sampling method or stratified sampling method. അതായത് എല്ലാ പ്രോബിലിറ്റി സാമ്പിൾ മെത്തേഡ് അളക്കാൻ അനുവദിക്കില്ല. ചില പ്രോബിലിറ്റി സാമ്പിളുകൾ അളക്കാൻ പറ്റില്ല. അപ്പോൾ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് ആണെങ്കിൽ നമുക്ക് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. തേർഡ്, ഡിഗ്രി ഓഫ് പ്രിസിഷൻ. The degree of precision required is one of the criteria for selection of sampling method. If high degree of precision is required, then it is better to adopt a random sampling method. In other cases where no precise result are required, use convenient random sampling method.
അതായത് സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് ഡിഗ്രി ഓഫ് പ്രിസിഷൻ. അപ്പോൾ ഹൈ ഡിഗ്രി ഓഫ് പ്രിസിഷൻ വേണമെങ്കിൽ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ചില കേസിൽ പ്രിസൈസ് വേണ്ടെങ്കിൽ നമുക്ക് കൺവീനിയൻറ്റ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. Fourth, information about the population. If sufficient information about population is not available, it is difficult to apply probability sampling method. Under this circumstance, an exploratory study is conducted to gather required information and then apply probability sampling method. അതായത് പോപ്പുലേഷനെ കുറിച്ചുള്ള സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് ഉപയോഗിക്കാൻ ഡിഫിക്കൽട്ടായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി നടത്തിയിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. എന്നിട്ട് പിന്നെ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഫിഫ്ത്ത്, നേച്ചർ ഓഫ് ദി പോപ്പുലേഷൻ. ഇഫ് ദി വേരിയബിൾ അണ്ടർ സ്റ്റഡി ഈസ് ഹോമോജീനിയസ് ഇൻ നേച്ചർ, ഇറ്റ് ഈസ് ബെറ്റർ ടു അഡോപ്റ്റ് ഈവൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്. ഇഫ് ദി പോപ്പുലേഷൻ ഈസ് ഹൈഡ്രോജീനിയസ്, സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ്. അതായത് പോപ്പുലേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും നല്ലത്. ഇപ്പോൾ പോപ്പുലേഷൻ ഹൈഡ്രോജീനിയസ് ആണെങ്കിൽ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും അപ്രോപ്രിയേറ്റ്. 6. Geographical area of the study. If the area covered is very large and the size of the population is quite large, it is suitable to adopt multi-stage cluster sampling. അതായത് കവർ ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ സൈസ് ഓഫ് ദി പോപ്പുലേഷൻ ലാർജ് ആണെങ്കിൽ മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആയിരിക്കും സൂട്ടബിൾ. 7. Availability of fund. It is one of the limiting factors. If the availability of the fund is limited, it is better to choose a less costly sampling plan, like multi-stage cluster sampling. But if precision is to be attained, it is better to collect the required fund or to give up the study. അതായത് ഫണ്ട് ലിമിറ്റഡ് ആണെങ്കിൽ ലെസ് കോസ്റ്റ്ലി സാമ്പിളിംഗ് പ്ലാൻ ആയിരിക്കും ബെറ്റർ. 8. Time. The availability of time for the completion of the study is other criteria for selecting the sampling method. If time is limited, it is better to select simple random sampling method instead of multi-stage sampling. അടുത്തൊരു ക്രൈറ്റീരിയയാണ് ടൈം സാമ്പിളിംഗ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടൈം ലിമിറ്റഡ് ആണെങ്കിൽ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് മെത്തേഡ് ആയിരിക്കും നല്ലത് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് കാട്ടും. 9. Economy. A sample is economical if the precision per unit cost is high or low. That means the economy can be achieved if the desired level of precision per unit is achieved at minimum cost. അതായത് ഒരു യൂണിറ്റ് ചിലവ് പ്രിസിഷൻ കൂടുതലോ കുറവാണെങ്കിൽ സാമ്പിൾ ലാഭകരമാണ്. അതായത് കുറഞ്ഞ ചിലവിൽ ഒരു യൂണിറ്റ് ആവശ്യമായ പ്രിസിഷൻ അച്ചീവ് ചെയ്താൽ അത് എക്കണോമി. Sampling bias. Sampling analysis involves two types of cost, namely the cost of collecting data and cost of an incorrect inference resulting from the data. There are two causes for incorrect inference resulting from the data. They are systematic bias, sampling error. Systematic bias. Systematic bias occurs from the error in the sampling procedure. It cannot be reduced or eliminated by increasing the size of the sample. അത് സാമ്പിളിംഗ് പ്രൊസീജിയറിൽ ഉണ്ടാകുന്ന എറർ കാരണമാണ് സിസ്റ്റമാറ്റിക് ബയസ് സംഭവിക്കുന്നത്. അത് നമുക്ക് റെഡ്യൂസോ അല്ലെങ്കിൽ എടുത്തു കളയാൻ പറ്റില്ല സാമ്പിളിൻ്റെ സൈസ് കൂട്ടിയിട്ട്. ദി ഫോളോയിങ് ആർ ദി മെയിൻ കോസസ് ഓഫ് സിസ്റ്റമാറ്റിക് ബയസ്. അൺസ്യൂട്ടബിൾ സാമ്പിൾ ഫ്രെയിം ഓർ സോഴ്സ് ലിസ്റ്റ്. അതായത് സാമ്പിളിംഗ് ഫ്രെയിം പോപ്പുലേഷനനുസരിച്ചിട്ട് ബയസ് ചെയ്യുമ്പോൾ സിസ്റ്റമാറ്റിക് ബയസ് ഉണ്ടാവും. ഫോൾട്ടി മെഷറിംഗ് ഡിവൈസ്. അതായത് മെഷറിംഗ് ഡിവൈസിൽ കണ്ടിന്യൂസ് ഉണ്ടാകുന്ന എറർ മൂലം സിസ്റ്റമാറ്റിക് ബയസ് ഉണ്ടാവും. നോൺ റെസ്പോണ്ടൻസ്. അതായത് സാമ്പിളിലുള്ള എല്ലാ ഇൻഡിവിജ്വലിൻ്റെ അടുത്തു നിന്നും ആവശ്യമുള്ള റെസ്പോൺസ് ഉണ്ടാവാതെ ഇരിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ബയസ് ഒക്കേഴ്സ് ആവും. ഇൻഡിറ്റർമിനൻസി പ്രിൻസിപ്പിൾ. അതായത് ഒരു ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ പീരീഡിലും നോൺ ഒബ്സർവേഷൻ പീരീഡിലും ഡിഫറൻ്റ്ലി ആയിട്ടായിരിക്കും ബിഹേവിയർ ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന ബയസ്. അൺയൂഷ്വൽ ബയസ് ഇൻ റിപ്പോർട്ടിംഗ് ഡാറ്റ. അതായത് ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അൺയൂഷ്വൽ ബയസ്, അപ്പോഴും സിസ്റ്റമാറ്റിക് ബയസ് ക്രിയേറ്റ് ആവും. നെക്സ്റ്റ് എറർ, സാമ്പിളിംഗ് എറർ. ദി എറർ വിച്ച് അറൈസ് ഡ്യൂ ടു ദി യൂസ് ഓഫ് സാമ്പിളിംഗ് സർവേ ആർ നോൺ ആസ് സാമ്പിളിംഗ് എറർ. Sampling errors occurs when estimates are derived from a sample
rather than census of the population. അതായത് സാമ്പിളിംഗ് സർവേയുടെ മൂലം ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് സാമ്പിളിംഗ് എറേഴ്സ് പറയുക. പിന്നെ സെൻസസ് ഓഫ് പോപ്പുലേഷൻ്റെ പകരം ഒരു സാമ്പിളിൽ നിന്ന് എസ്റ്റിമേറ്റ് ലഭിക്കുമ്പോൾ സാമ്പിളിംഗ് എറേഴ്സ് ഉണ്ടാവും. The sample used for a particular survey is only one of the large number of possible samples of the same size and design that could have been selected. Even if the same questionnaire and instruction were used, the estimates from each sample would differ from the other. This difference, termed sampling errors, occurs by chance, and its variability is measured by the standard errors associated with a particular survey. Sampling error can be measured for a given sample design and size. It decreases when the size of the sample increases. That means sampling errors can be controlled. Same questionnaire ഇൻസ്ട്രക്ഷനും യൂസ് ചെയ്താലും സാമ്പിളിന് കിട്ടുന്ന എസ്റ്റിമേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. തന്ന സാമ്പിൾ ഡിസൈനും അതിൻ്റെ സൈസും വെച്ച് നമുക്ക് സാമ്പിൾ എറർ മെഷർ ചെയ്യാൻ പറ്റും. സാമ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ആയാൽ അത് ഡിക്രീസ് ആകും. അതായത് സാമ്പിളിംഗ് എറർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. Next topic is types of sampling errors. There are two types of sampling errors: biased errors. Second one, unbiased errors. Biased errors എന്ന് പറഞ്ഞാൽ പക്ഷപാതം മൂലം ഉണ്ടാകുന്ന എററാണ് biased errors. These are the errors which are occurring due to the faulty selection of the sampling method due to the prejudice of the researcher. ഒരു റിസർച്ച് സാമ്പിളിംഗ് മെത്തേഡിൽ ഉണ്ടാകുന്ന ഫോൾട്ടി സെലക്ഷൻ മൂലം സംഭവിക്കുന്ന എററാണ് ബിയാസ്ഡ് എറേഴ്സ്. ദീസ് എറേഴ്സ് ആർ നോൺ ആസ് ബിയാസ്ഡ് എറർ. ഇതിനാണ് ബിയാസ്ഡ് എറർ എന്ന് പറയുക. ഓർ ക്യുമുലേറ്റീവ് എറർ ഓർ നോൺ കോമ്പൻസേറ്റിംഗ് എറർ. ക്യുമുലേറ്റീവ് എറർ എന്നും നോൺ കോമ്പൻസേറ്റീവ് എറർ എന്നും കൂടി ഇതിനെ പറയുന്നുണ്ട്. ഇനി അൺബിയാസ്ഡ് എറേഴ്സ്, ഇത് പക്ഷപാതം മൂലം അല്ലാത്ത എററിനെയാണ് അൺബിയാസ്ഡ് എറർ എന്ന് പറയുക. ദിസ് ടൈപ്പ് ഓഫ് ബിയാസ് ഈസ് ഒക്യൂറിങ് ഡ്യൂ ടു ചാൻസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ ആൻഡ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഇത്തരത്തിലുള്ള എറർ സംഭവിക്കുന്നത് സാമ്പിളിൽ ഉണ്ടാകുന്ന സെലക്ഷൻ്റെ ചാൻസിനെ അടിസ്ഥാനമാക്കി അതിൽ വരുന്ന ഡിഫറൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ എറർ സംഭവിക്കുന്നത്. ഇതിൽ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ ആൻഡ് ഐറ്റംസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സാമ്പിൾ. ഇതിൽ ഐറ്റംസ് ഇൻക്ലൂഡായി വരുന്നതും ഐറ്റംസ് ഇൻക്ലൂഡായി വരുന്നുമില്ല, സാമ്പിളിൽ ഇൻക്ലൂഡായി വരുന്നുമില്ല. ഇതിനനുസരിച്ചാണ് എറർ സംഭവിക്കുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് റാൻഡം സാമ്പിളിംഗ് എറർ. ഇതിനെ റാൻഡം സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഇൻക്രീസിങ് ദ സൈസ് ഓഫ് ദി സാമ്പിൾ ക്യാൻ ഡിക്രീസ് ഇറ്റ്. സാമ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് ഡിക്രീസ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് നോൺ ക്യുമുലേറ്റീവ് എറർ. അൺബിയാസ്ഡ് എറേഴ്സിനെ നോൺ ക്യുമുലേറ്റീവ് എറേഴ്സ് എന്നും പറയുന്നുണ്ട്. ഇനി കോസസ് ഓഫ് ബിയാസ്. കോസസ് ഓഫ് ബിയാസ് ഏതൊക്കെയാണ്? ബിയാസിൻ്റെ കാരണങ്ങൾ: ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ. സെക്കൻഡ് വൺ, ഫോൾട്ടി വർക്ക് ഡ്യൂറിങ് ദ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഫോൾട്ടി മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. എന്താണ് ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ എന്ന് നോക്കുക. ഫോൾട്ടി സെലക്ഷൻ ഓഫ് സാമ്പിൾ മേ അറൈസ് ഡ്യൂ ടു ദ ഫോളോവിങ് വേസ്. ഫോൾട്ടി പ്രോസസ് സെലക്ഷൻ അറൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ നോക്കാം. ഒരു 5 ഉണ്ട്. ഫസ്റ്റ് വൺ, ഡെലിബറേറ്റ് സെലക്ഷൻ ഓഫ് ദ സാമ്പിൾ ബൈ ദി റിസർച്ചർ. ഡെലിബറേറ്റ് സെലക്ഷൻ ഓഫ് ദ സാമ്പിൾ ബൈ ദി റിസർച്ചർ, ഗവേഷകൻ മനഃപൂർവ്വം സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ. പിന്നെ പോസിബിലിറ്റി ഓഫ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ബിയാസ് ഇൻ ദ സെലക്ഷൻ ഓഫ് ദ റാൻഡം സാമ്പിൾ. ക്രമരഹിതമായ സാമ്പിളിൻ്റെ കോൺഷ്യസ് ആയ അൺകോൺഷ്യസ് ആയുള്ള ബിയാസിനുള്ള സാധ്യത. സാമ്പിൾ കോൺഷ്യസ് ആയോ അൺകോൺഷ്യസ് ആയോ ക്രമരഹിതമായി തിരഞ്ഞെടുക്കുമ്പോൾ ബിയാസിന് സാധ്യത ഉണ്ട്. പിന്നെ ഇഫ് എൻ ഐറ്റം ചൂസൺ ത്രോ റാൻഡം സാമ്പിളിംഗ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബൈ അനദർ ഐറ്റം. ഒരു ഐറ്റം റാൻഡം സാമ്പിളിങ്ങിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് അനദർ ഐറ്റത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ
എറർ വരും. പിന്നെ ഇഫ് ഓൾ ഐറ്റംസ് വിച്ച് ആർ സെലക്റ്റഡ് റാൻഡംലി, ഐറ്റംസ് ക്രമരഹിതമായി തിരഞ്ഞെടുക്കുന്ന സമയത്ത്. പിന്നെ ഇഫ് ദ റെസ്പോണ്ടൻസ് ആർ നോട്ട് ഫില്ലിംഗ് ദ എൻറ്റയർ ക്വസ്റ്റ്യനെയർ ആൻഡ് റിട്ടേൺ ഇറ്റ് ദ റിസർച്ചർ, റെസ്പോണ്ടൻസ് മുഴുവൻ ക്വസ്റ്റ്യനേഴ്സും ഫിൽ ചെയ്ത് റിസർച്ചർക്ക് തിരികെ നൽകുന്നില്ലെങ്കിൽ ആ സമയത്ത് എറർ വരും. ഇനി സെക്കൻഡാണ് ഫോൾട്ടി വർക്ക് ഡ്യൂറിങ് ദ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. ഫോൾട്ടി വർക്ക് ഡ്യൂറിങ് ദ കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ. കളക്ഷൻ ഓഫ് ഇൻഫോർമേഷനിൽ വർക്കിൽ സംഭവിക്കുന്ന തെറ്റ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെ നോക്കാം. ദ റെഗുലർ എറർ ഇൻ മെഷർമെൻറ്റ് വിൽ ബി എ റീസൺ ഫോർ ബിയാസ്. മെഷർമെൻറ്റിലെ സ്ഥിര എററിന് കാരണം ബിയാസ് ആയിരിക്കും. അതുകൊണ്ട് പിന്നെ ഇഫ് ദ എറർ ഇൻ മെഷർമെൻറ്റ് ഈസ് ഒക്യൂർഡ് ഇൻ സാമ്പിൾസ്, മെഷർമെൻറ്റിൽ എറർ ഉണ്ടെങ്കിൽ സാമ്പിളുകളിൽ ഉണ്ടാവുന്നു. പിന്നെ ഫോൾട്ടി മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, ബിയാസിൻ്റെ കോസസ് പറയുന്നത് തേർഡ് കോസസാണ് ഫോൾട്ടി മെത്തേഡ്സ് ഓഫ് അനാലിസിസ്. ഇഫ് പ്രോപ്പർ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആർ നോട്ട് അഡോപ്റ്റഡ്, അനാലിസിസിൻ്റെ ശരിയായ രീതികൾ സ്വീകരിച്ചില്ലെങ്കിൽ എറർ വരും. നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ സാമ്പിൾ ചെയ്യാത്ത എററിനെയാണ് നോൺ സാമ്പിളിംഗ് എറർ. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ക്യാൻ ബി ഒക്യൂർഡ് ഇൻ എനി സർവേ വെദർ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് enumeration or sampling. Non-sample errors can be occurred in any survey whether it is a complete enumeration or sampling. ഇത് നോൺ സാമ്പിളിംഗ് എറേഴ്സ് ഏതൊരു സർവേയിലും സംഭവിക്കാനാണ്. ഇതൊരു സമ്പൂർണ്ണ കണക്കെടുപ്പാണോ അല്ലെങ്കിൽ സാമ്പിളാണോ എന്ന് സർവേ ചെയ്യുന്നതാണ് ഈ നോൺ സാമ്പിളിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മിസ്റ്റേക്ക് ആൻഡ് ബിയാസസ്. ഇതിലൊരുപാട് മിസ്റ്റേക്കും ബിയാസസൊക്കെ ഉണ്ട്. മിസ്റ്റേക്സ് മേ ബി കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ടാബുലേഷൻ, ടാബുലേഷൻ്റെ സമയത്ത് തെറ്റുകൾ സംഭവിച്ചേക്കാം അതിൽ. പിന്നെ നോൺ സാമ്പിളിംഗ് എറേഴ്സ് ടെൻഡ് ടു ഇൻക്രീസ് വെൻ ദ സാമ്പിൾ സൈസ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് ടെൻഡ് ടു ഇൻക്രീസ് വെൻ ദ സാമ്പിൾ സൈസ് ഈസ് ഇൻക്രീസിങ്. നോൺ സാമ്പിളിംഗ് എറേഴ്സിൻ്റെ സാമ്പിളിൻ്റെ വലിപ്പം വർദ്ധിക്കുന്ന പ്രവണത കാരണം അങ്ങനെയാണ് നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കുന്നത്. ലാസ്റ്റ് ടോപ്പിക്ക്, നോൺ സാമ്പിളിംഗ് എറേഴ്സ് മേ ഒക്യൂർ ഫ്രം വൺ ഓർ മോർ ഓഫ് ദ ഫോളോവിങ് ഫാക്ടേഴ്സ്. നോൺ സാമ്പിളിംഗ് എറേഴ്സ് സംഭവിക്കും കാരണമായ കുറച്ച് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ്, ഇൻഅപ്രോപ്രിയേറ്റ് ആയ സ്റ്റാറ്റിസ്റ്റിക്കൽ യൂണിറ്റ് കാരണം വരും. പിന്നെ ഇൻഅഡ്വക്കസി ഓഫ് ഡാറ്റ സ്പെസിഫിക്കേഷൻ്റെ ഇൻഅഡ്വക്കസി. ഇൻഅക്യുറേറ്റ് ഓർ അൺസ്യൂട്ടബിൾ മെത്തേഡ്സ് ഓഫ് ഇൻ്റർവ്യൂ ഓർ ഒബ്സർവേഷൻ ഓർ മെഷർമെൻറ്റ് വിത്ത് ഇൻഅഡ്വക്കേറ്റ് ഓർ വാഗ്യൂ ഷെഡ്യൂൾ. ഇൻ്റർവ്യൂയുടെ ഇൻഅക്യുറേറ്റും അൺസ്യൂട്ടബിളായ മെത്തേഡ്സും അല്ലെങ്കിൽ ഒബ്സർവേഷൻ അല്ലെങ്കിൽ മെഷർമെൻറ്റ് വിത്ത് ഇൻഅഡ്വക്കേറ്റ് ഓർ വാല്യൂ ഷെഡ്യൂൾ കാരണമൊക്കെ വരും. ലാക്ക് ഓഫ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, ട്രെയിൻഡ് എക്സ്പീരിയൻസായ ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ കുറവ് മൂലം ഇവിടെ നോൺ സാമ്പിൾ എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. പിന്നെ എറർ കോസ് ഡ്യൂ ടു നോൺ റെസ്പോൺസ് ഓഫ് റെസ്പോണ്ടൻസിൻ്റെ നോൺ റെസ്പോൺസ് കാരണം എറർ വരുന്നുണ്ട്. പിന്നെ എറേഴ്സ് ഒക്യൂറിങ് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ഓപ്പറേഷനിൽ എറർ സംഭവിക്കുന്നത് മൂലം. ഓക്കെ, താങ്ക് യു.